ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നല്ലൊരു അയലക്കറിയും അതുപോലെ തന്നെ ക്യാബേജ് തോരനും ചെമ്മീൻ വറുത്തതും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ഊണ് തയ്യാറാക്കിയാലോ. നോൺ വെജിറ്റേറിയൻസിന് വളരെയധികം ഇഷ്ടമാവും. വെജിറ്റേറിയൻസ് ഇന്ന് എന്നോട് ക്ഷമിക്കാട്ടോ, വെജിറ്റേറിയൻസിന് അത്ര ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നോൺ വെജും വെജും ഒക്കെ ആയിട്ട് നമ്മൾ ഊണിൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. കൂടുതൽ ഊണിൻ്റെ വിഭവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റ് എടുക്കുക, ലഞ്ച് റെസിപ്പീസ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലഞ്ച് റെസിപ്പീസ് കിട്ടും. അപ്പോൾ ആ പ്ലേലിസ്റ്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും ഊണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം രാവിലെ തന്നെ മീൻ വറ്റിച്ച് വയ്ക്കാം. മീൻ വറ്റിക്കാനായിട്ട് ഞാൻ എന്താ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. 8-9 ഉലുവ മതി. ഉലുവ ഒന്ന് ചൂടായി വരണം, അത്രയേ ഉള്ളൂ. ഉലുവ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു അയില എടുത്തിട്ടുള്ളൂ കേട്ടോ. 3 പീസായിട്ട് കട്ട് ചെയ്ത് ഒരു അയില എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടികളൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നോളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കണ്ട. പിന്നെ കുടംപുളി ആദ്യം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. ഞാനൊരു 2 വലിയ പീസ് അല്ലെങ്കിൽ ചെറിയ പീസ് കുടംപുളി ആയതുകൊണ്ട് 4 പീസ് എടുത്തിട്ടുണ്ട്. ഈ പൊടികളൊന്ന് കുക്കായി വരണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം പൊടികൾ കുക്കായി വരും. ഇതിലേക്ക് നമ്മുടെ വെള്ളവും പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ അയില വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത്രയും വെള്ളം മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇത് നമ്മൾ വറ്റിച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചൊഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാം. തലേ ദിവസവും അയില വറ്റിച്ച് വെക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അയില വറ്റിച്ച് വെച്ചിട്ട് കറി വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അയില ചേർക്കുന്നതിന് മുന്നേ കറി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു തുടങ്ങി. നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയിലയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. മുഴുവൻ വറ്റി പോകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചുകൊണ്ടിരിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചുകൊണ്ടിരിക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ അയിലയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഗ്രേവി ഇത്രയും ഞാൻ വറ്റിച്ചിട്ടുള്ളൂ. ഇത് മതി. ഇനി ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി വറ്റിക്കോളും. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് ചേർക്കാം. ഇപ്പം നമ്മുടെ മീൻ വറ്റിച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കാം. ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതി, പക്ഷെ തേങ്ങ അരച്ച് വയ്ക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും ഉള്ളിയും ഒന്ന് ചതച്ച് ചേർക്കണം. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ അരപ്പ് ചേർത്ത് ഗ്രേവിയൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചിയും അതുപോലെ ഉള്ളിയും ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ ചതച്ചിട്ടുള്ളത്. അത് ഉള്ളി തന്നെ എടുക്കണം, സവോള എടുക്കരുത്. ഒരു 8-9 ഉള്ളിയും അതുപോലെ 2 വലിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ തണ്ട് കറിവേപ്പില. നമ്മൾ ആദ്യം ഉലുവ ഇട്ട് ചൂടാക്കിയിട്ടാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും 2 പിഞ്ച് ഉലുവപ്പൊടി. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറിയുടെ ഏകദേശം പരിപാടികളൊക്കെ വേഗം തന്നെ കഴിയും. അപ്പോൾ വളരെ ഈസി അല്ലേ ഇങ്ങനെ ഒരു മീൻ കറി ഉണ്ടാക്കാൻ. ഇനി നമ്മൾ
കറി ഒന്ന് കുറുകി നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളൊരു സ്റ്റേജിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, കുറച്ച് എണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക, ഉപ്പ് ചെക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ കറിക്ക് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം കുടംപുളി എടുത്ത് മാറ്റുക. പുളി കുറവാണെങ്കിൽ 1-2 പീസ് കുടംപുളി ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത്. ഇത് അയില മാത്രമല്ല, വറ്റയും അതുപോലെയുള്ള തിക്നെസ് ഉള്ള മീനുകളുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ നെയ്മീൻ, ചൂര, ഇതുപോലെയുള്ള മീനുകളൊക്കെ ഈ രീതിയിൽ കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചാളയൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് തേങ്ങ അരച്ചിട്ട് ആ അരപ്പിലേക്ക് മീൻ ഇട്ടിട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. ഇത് വറ്റിച്ച് വയ്ക്കുന്നത് അയിലയും വറ്റയും ചൂരയും നെയ്മീനും ഒക്കെയാണ്. അപ്പോൾ ഇനി ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ, ഒരുപാട് സമയമിട്ട് ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഗ്രേവി വേണ്ടതാണ്. ചോറിന് മാത്രമല്ല കപ്പയ്ക്കും പുട്ടിനും ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കറി സെർവ് ചെയ്യാം. തലേ ദിവസം റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ അയിലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അയിലക്കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. അയിലക്കറി മാത്രമല്ല, വറ്റക്കറിയോ വേറെ കട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ചും ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കറികളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ നമ്മളിനി നമ്മുടെ ക്യാബേജ് തോരനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാബേജ്, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, പിന്നെ തേങ്ങ ചിരവിയത്. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ക്യാബേജ് കൊത്തി അരിഞ്ഞതെടുക്കുക. ആവശ്യത്തിന് തേങ്ങ. എനിക്ക് ഒരുപാട് തേങ്ങ ക്യാബേജ് തോരനിൽ ചേർക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഉപ്പ് ഇപ്പോൾ ചേർക്കരുത്, ക്യാബേജിൽ നിന്നും സവോളയിൽ നിന്നും വെള്ളം വരും കേട്ടോ. ഇതൊക്കെ ബാച്ചിലേഴ്സിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികൾ ലഞ്ച് വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ജീരകം അരച്ച് ചേർക്കുന്നതിന് പകരമായിട്ടാണ് ജീരകപ്പൊടി ചേർത്തത്. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വയ്ക്കുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ തോരൻ ബാക്കിയുള്ള കുക്കിംഗ് നടത്താം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തോരൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 3 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാബേജ് ഏത് രീതിയിൽ കട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ സമയം എടുക്കുന്നത് ക്യാബേജ് കുക്ക് ചെയ്യാൻ. ഞാൻ ക്യാബേജ് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 മിനിറ്റിൽ നമ്മുടെ ക്യാബേജ് കുക്കായി വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാബേജ് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ ക്യാബേജ് 3 മിനിറ്റ് അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ തോരൻ്റെ പരിപാടി ഇതാ ഏകദേശം കഴിയാറായി. തോരൻ കുക്കായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്യാബേജൊക്കെ കുക്കായിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാബേജ് കുഴഞ്ഞ് വേവരുത് കേട്ടോ. ക്യാബേജ് കടിക്കാൻ പാകത്തിന് വെന്ത് കിട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി. ഇനി നമുക്ക് ചെമ്മീനും കൂടി പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ ഞാൻ എന്താ ചെമ്മീൻ പൊരിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെമ്മീൻ വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ മാരിനേഷന് കുറച്ച് മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചെമ്മീനിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. പച്ചമുളക്, കുരുമുളക് പൊടി, സവോള, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി. പിന്നെ എല്ലാവരും ചെമ്മീനിൽ ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. എനിക്ക് ചെറുനാരങ്ങ നീര് ചെമ്മീനിൽ അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ നീര് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ചെമ്മീൻ ആദ്യം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്, മാരിനേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് കേട്ടോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് മഞ്ഞൾപ്പൊടി എല്ലാ ഫുഡിലും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ വായൊക്കെ പുകഞ്ഞ് കിട്ടും. 2 പിഞ്ച് കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് ചേർക്കുന്നത് നമ്മുടെ
വിനിഗറാണ്. പിന്നെ ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ചെമ്മീൻ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ചുമുളകൊക്കെ വരും കേട്ടോ, അതിൻ്റെ എരിവൊക്കെ വരും. ഇപ്പോൾ ഇത്രയും ചേർത്ത് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. 10 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. പിന്നെ നിങ്ങൾക്കിത് 2 രീതിയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. കോൺഫ്ലവർ ചേർത്തിട്ട് മുട്ടയൊക്കെ ചേർത്തിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ആ രീതിയിലല്ല പൊരിക്കുന്നത്, നമ്മുടെ നാടൻ രീതിയിലാണ് പൊരിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഇനി നമുക്കൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഫ്രീസറിൽ വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാലകൾ പിടിക്കും, പക്ഷേ കുറച്ച് ഐസ് ക്രിസ്റ്റൽസും കൂടി ഫോം ചെയ്യും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാലും മതി. ഞാൻ കൊണ്ടുപോയിന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് വരട്ടെ. നമ്മൾ പാൻ വെച്ചു, പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ വലിയ ചെമ്മീനാണ് കേട്ടോ നല്ലത്. ചെറിയ ചെമ്മീൻ എടുക്കുന്നതിനേക്കാൾ വലിയ ചെമ്മീനാണ് എപ്പോഴും നല്ലത്. ആ മസാലയോടുകൂടി തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ചെമ്മീന് കുറേ സമയമൊന്നും കുക്കിംഗ് ടൈം ഇല്ല കേട്ടോ, വേഗം തന്നെ ചെമ്മീൻ കുക്കാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയൊക്കെ ആ ചെമ്മീൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങക്കൊത്ത് വേണമെങ്കിൽ തേങ്ങക്കൊത്തും ചേർക്കാം കേട്ടോ ഈ ഒരു സ്റ്റേജിൽ തന്നെ. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ചില്ലി ഫ്ലേക്സും എരിവെള്ള മുളക് പൊടിയും ഒഴിവാക്കിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും മാത്രം ചേർക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരു തണ്ട് കറിവേപ്പില അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇതെങ്ങനെ നിരന്ന് അങ്ങോട്ട് കിടക്കട്ടെ. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഇളക്കി മറിച്ച് കൊടുക്കാം. വളരെ ഈസിയാണ് ഈ ഒരു പ്രോൺസ് ഫ്രൈ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇതുപോലെ നമ്മുടെ ചെമ്മീനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടു കൊടുക്കാം. ചെമ്മീൻ ഇനി പാനിൽ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒരു സൈഡ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഒന്ന് ഇളക്കി മറിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിത് തുറന്ന് വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, അടച്ചു വെച്ചിട്ടല്ല. തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി വരിക. എന്ന് വെച്ചാൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. നമുക്ക് കുഴഞ്ഞു പോകുന്ന രീതിയിൽ സവോള വേണ്ട, കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം സവോള കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇളക്കി മറിക്കുമ്പോൾ എല്ലാ സൈഡിലേക്കും സവോളയൊക്കെ സ്പ്രെഡായി വന്നോളും. ഇനി ഈ സൈഡും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ആദ്യം ഒരു സൈഡ് ഇട്ട് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എല്ലാ സൈഡിലേക്കും ഇളക്കി മറിച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി. ക്രിസ്പി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ അല്ല കേട്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആവശ്യത്തിന് കുക്കായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂ. വേഗത്തിൽ പരിപാടി കഴിയും. അപ്പോൾ നമുക്കിനി ചോറ് വിളമ്പാം. നമ്മളിപ്പോൾ ചോറ് വിളമ്പിക്കഴിഞ്ഞു. ഇനി നമുക്ക് കറികൾ ഓരോന്നായിട്ട് വിളമ്പാം. നമ്മുടെ അയലക്കറി, പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ, വളരെ സിമ്പിളല്ലേ ഇന്നത്തെ ഊണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഊണ് വളരെ സിമ്പിളായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ റെസിപ്പികളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.